വാക്കുകൾ നമ്മെ ഞെട്ടിക്കും, മറ്റു ചില വാക്കുകൾ വേദനിപ്പിക്കും, ചിലതാകട്ടെ നമ്മെ തളർത്തിക്കളയും. അപൂർവം ചില വാക്കുകൾ നമ്മെ ഈ 3 തരം വികാരങ്ങളിലൂടെയും കടത്തിക്കൊണ്ടു പോകും. അത്തരമൊരു വാക്കാണ് ചൈൽഡ് അബ്യൂസ്. ലോകത്തിലെവിടെയും വ്യാപകമായി കൊണ്ടിരിക്കുന്ന, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ചൈൽഡ് അബ്യൂസ്. സമകാലിക ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇരുണ്ട മുഖത്തെ നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ വാച്ച് ആൻഡ് പ്രയർ പ്രോഗ്രാം കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളുടെ ഓർമ്മകളെ ഉള്ളിൽ സൂക്ഷിച്ചും അവരുടെ മുഖങ്ങളെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നും ഈ പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയുടെ കരങ്ങൾ കൂപ്പാം. ചൈൽഡ് അബ്യൂസ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ചിത്രം ലൈംഗിക പീഡനം തന്നെയാണ്. എന്നാൽ ലൈംഗിക പീഡനം ചൈൽഡ് അബ്യൂസിന്റെ ഒരു തലം മാത്രമാണ്. ഒരു കുട്ടിയെ ശാരീരികമോ ലൈംഗികമോ മാനസികമോ ആയി ഉപദ്രവിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ കയ്യേറ്റം ചെയ്യുകയോ ചെയ്യുന്നതാണ് ചൈൽഡ് അബ്യൂസ് എന്ന വാക്കിന്റെ ഏറ്റവും ലളിതമായ നിർവചനങ്ങളിലൊന്ന്. ഒരു കുഞ്ഞിനെ ബോധപൂർവം അവഗണിക്കുന്നത് പോലും ഇതിന്റെ പരിധിയിൽപ്പെടുന്നുണ്ട്. കൂടാതെ കുട്ടികളെ തല്ലുക, ചീത്ത പറയുക, ബാലവിവാഹം എന്നിവയും ചൈൽഡ് അബ്യൂസ് തന്നെയാണ്. വീട്, സ്കൂൾ, കളിസ്ഥലം, പൊതുസ്ഥലം എന്നിവിടങ്ങളിൽ വച്ചാണ് കുട്ടികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരകളാകുന്നത്. അവഗണന, ശാരീരികം, മാനസികം, ലൈംഗികം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്ന ബാലപീഡനങ്ങളുടെ തോത് യഥാക്രമം 78.3%, 17.6%, 8.1%, 9.2% എന്നീ കണക്കിലാണ്. അറിയും തോറും ആഴമേറുകയും ആഴങ്ങൾക്ക് മീതെ ഇരുൾ പരക്കുകയും ചെയ്യുന്ന വർത്തമാനകാല മുഖമാണ് ചൈൽഡ് അബ്യൂസ്. ഒരു പൊതുസംജ്ഞയുടെ കീഴിൽ വരുമ്പോഴും അത് പ്രകടമാക്കുന്ന മുഖങ്ങളുടെ വൈവിധ്യം അക്കാരണത്താൽ നമ്മെ അമ്പരപ്പിച്ചു കളയും. പലപ്പോഴും കുട്ടികൾ ഏറ്റവും അധികം ഇത്തരം പീഡനങ്ങൾക്ക് ഇരകളാകുന്നത് അവരുടെ വീടുകളിൽ വെച്ച് തന്നെയാണ്. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുക എന്നത് ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാനപരമായ അവകാശമാണ്. ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് മനുഷ്യാവകാശ ധ്വംസനവുമാകാറുണ്ട്. പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ചു പോലും അവ ഇങ്ങനെയാകുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ഈ നിഷേധങ്ങൾ അവരുടെ മേലുള്ള ദുരുപയോഗത്തിന്റെ പരിധിയിലാണ് പെടുന്നത്. ആഹാരം, വസ്ത്രം, മരുന്ന്, വിദ്യാഭ്യാസം എന്നിവ നൽകാതിരിക്കുന്നത് ചൈൽഡ് അബ്യൂസിലെ അവഗണനയുടെ പട്ടികയിലാണ് ചേർത്തിരിക്കുന്നത്. കുട്ടിയുടെ ശരീരത്തിൽ മനഃപൂർവ്വം ഏൽപ്പിക്കുന്ന ശിക്ഷാ നടപടികൾ, അതായത് അടിക്കുക, പൊള്ളലേൽപ്പിക്കുക എന്നിവയെല്ലാം ശാരീരിക പീഡനമെന്ന ചൈൽഡ് അബ്യൂസ് ഗണത്തിൽപ്പെടുന്നവയാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്കിടയിൽ വളർന്നുവരുന്ന കുട്ടികൾ ചൈൽഡ് അബ്യൂസിന്റെ ഇരകളാണ്. മതിയായ സ്നേഹം കിട്ടാതെ പ്രശ്നങ്ങൾക്കിടയിൽ വളർന്നു വരുന്നവരാണ് അവർ. വിവാഹമോചനത്തിലൂടെ വേർതിരിക്കപ്പെടുകയോ പങ്കുവെക്കപ്പെടുകയോ ചെയ്യുന്നവരും അനാഥാലയങ്ങളിൽ ചേക്കേറിയിരിക്കുന്നവരും ഇതുപോലെ തന്നെയാണ്. സ്വന്തം കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന അവഗണനയും ദേഷ്യപ്പെടലും ശകാരവും പോലും ചൈൽഡ് അബ്യൂസിന്റെ ഗണത്തിൽ പെടുത്തിയിട്ടുണ്ട് എന്നത് ഈ പ്രോഗ്രാം കാണുന്ന ചിലർക്കെങ്കിലും പുതിയൊരു അറിവായിരിക്കും. ശിക്ഷയും ശിക്ഷണവും തമ്മിലുള്ള വ്യത്യാസം ചിലരെങ്കിലും പലപ്പോഴും മറന്നു പോകുന്നു. 2018 സാമൂഹിക നീതി വകുപ്പ് നടത്തിയ സർവേ പ്രകാരം 1,17,22,433 കുടുംബങ്ങളിലെ കുട്ടികൾ സ്വന്തം കുടുംബത്തിനകത്ത് തന്നെ ചൈൽഡ് അബ്യൂസിന് ഇരകളാകുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം മുതിർന്നവരിലെ 1% അവർ കുട്ടികളായിരുന്നപ്പോൾ ശാരീരിക പീഡനം അനുഭവിച്ചവരായിരുന്നു. കേരളത്തിലെ ഒരു പഠനപ്രകാരം 75% മാതാപിതാക്കളും മക്കളെ ശിക്ഷിച്ചു വളർത്തണമെന്ന് വിശ്വസിക്കുന്നവരാണ്. ശാരീരിക പീഡനം കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെയും വ്യക്തിത്വ വികസനത്തെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് നാഷണൽ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷന്റെ കണ്ടെത്തലുകൾ. കുട്ടികളിൽ നിഷേധാത്മകമായ വികാരങ്ങളാണ് അവ സൃഷ്ടിക്കുന്നത്. കോപം, പ്രതികാരചിന്ത, ആത്മവിശ്വാസമില്ലായ്മ, അതിജീവിക്കാനുള്ള കഴിവില്ലായ്മ, പരാജയബോധം, അന്തർമുഖത്വം, കുടുംബാംഗങ്ങളിൽ നിന്നുള്ള അകൽച്ച, അക്രമവാസന എന്നിവയെല്ലാം കുട്ടികളിൽ ബലപ്പെടുന്നതിന് കാരണമായി തീരുന്നത് അവരേൽക്കേണ്ടി വരുന്ന ശാരീരിക പീഡനങ്ങളാണത്രേ.
1960 മുതൽ മെഡിക്കൽ രംഗത്ത് ഉപയോഗിച്ചു വരുന്ന ഒരു പ്രയോഗമുണ്ട്. ബാറ്റേഡ് ചൈൽഡ് സിൻഡ്രോം എന്നാണ് ഇതറിയപ്പെടുന്നത്. മാതാപിതാക്കളിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ അനുഭവിക്കേണ്ടി വരുന്ന ശാരീരിക പീഡനം മൂലം കുട്ടികളുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഇതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. പ്രായപൂർത്തിയായവർ കുഞ്ഞുങ്ങളെ തങ്ങളുടെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി ദുരുപയോഗിക്കുന്നതാണ് ലൈംഗിക പീഡനം. ലൈംഗികമായ പീഡനങ്ങൾക്ക് ഇരകളാക്കപ്പെടുന്ന കുട്ടികളുടെ കേസിൽ പ്രതിസ്ഥാനത്ത് പേര് ചേർക്കപ്പെടുന്നവരിൽ വെറും 10% മാത്രമേ ഉള്ളൂ അപരിചിതർ. ബാക്കിയുള്ള 90% കുഞ്ഞുങ്ങളുടെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ അയൽക്കാരോ പരിചാരകരോ ആണ്. പല ചൈൽഡ് അബ്യൂസ് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോവുകയോ അറിയാതെ പോവുകയോ ചെയ്യുന്നത് ഇക്കാരണത്താലാണ്. ചൈൽഡ് അബ്യൂസിന്റെ മറ്റൊരു മുഖമാണ് ബാലവേല. 14 വയസ്സിൽ താഴെയുള്ള വ്യക്തിയെയാണ് ചൈൽഡ് എന്ന വിശേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് 5 വയസ്സിനും 14 വയസ്സിനും മധ്യേ പ്രായമുള്ള 1 കോടിയിലധികം കുട്ടികൾ ഇന്ത്യയിൽ ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. ലോകവ്യാപകമായി 22 കോടിയോളം കുട്ടികളും. 2011 ഒരു കണക്കാണിത്. 9 വർഷം പിന്നിട്ടപ്പോഴേക്കും ഈ കണക്ക് എത്രയോ അധികമായിട്ടുണ്ടാവും. ദാരിദ്ര്യവും വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തതയുമാണ് ഇന്ത്യയിൽ ബാലവേലയ്ക്ക് കാരണമായി കണ്ടെത്തിയിരിക്കുന്നത്. പഠിച്ചു നടക്കുകയും കളിച്ചു നടക്കുകയും ചെയ്യേണ്ട പ്രായത്തിൽ കുടുംബം നോക്കി നടത്താനായി പല അവികസിത പ്രദേശങ്ങളിലെയും നിരക്ഷരരായ മാതാപിതാക്കളുടെ മക്കൾ ബാലവേലയ്ക്കിറങ്ങാൻ നിർബന്ധിതരാക്കപ്പെടുന്നു. ശാരീരികമോ മാനസികമോ ബുദ്ധിപരമോ വൈകാരികപരമോ മനഃശാസ്ത്രപരമോ ആയി വളരാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് ബാലവേലയിലൂടെ സംഭവിക്കുന്നത്. ബാലവിവാഹങ്ങൾക്ക് പണ്ട് മുതൽക്കേ വേരോട്ടമുള്ള മണ്ണായിരുന്നു നമ്മുടേത്. നമ്മുടെ പൂർവികരെല്ലാവരും തന്നെ ചെറുപ്രായത്തിൽ വിവാഹിതരായവരായിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ ആ സമ്പ്രദായത്തിനും മാറ്റം വരുത്തേണ്ടത് പല കാരണങ്ങൾ കൊണ്ടും അനിവാര്യമായി തീർന്നു. ശൈശവ ഗർഭധാരണവും ആരോഗ്യ പ്രശ്നങ്ങളുമെല്ലാം ഇതിൽ ഘടകങ്ങളായിരുന്നു. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ പരിധിയിലാണ് ഇന്ന് ബാലവിവാഹത്തെയും പെടുത്തിയിരിക്കുന്നത്. 18 വയസ്സിൽ താഴെയുള്ള പ്രായത്തിൽ നടക്കുന്ന വിവാഹത്തെ മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് യുനിസെഫ് നിർവചിച്ചിരിക്കുന്നത്. 2006 നവംബർ 1 ഇന്ത്യയിൽ ശൈശവ വിവാഹ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്. ബാലവിവാഹം നടത്താൻ പ്രേരിപ്പിക്കുന്നവർക്കും 18 വയസ്സ് തികയാത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ നേതൃത്വം നൽകുന്നവർക്കും 2 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. യുനിസെഫിന്റെ ഒരു റിപ്പോർട്ട് അടുത്തിടെയാണ് പുറത്തുവന്നത്. കഴിഞ്ഞ ദശാബ്ദങ്ങളിലായി കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും അവരുടെ അവകാശങ്ങൾ ഭീകരമായ തോതിൽ ലംഘിക്കപ്പെടുന്നുണ്ട് എന്നുമായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അടിസ്ഥാനമാക്കിയുള്ള ഈ റിപ്പോർട്ട് പ്രകാരം ഒരു ദിവസം 45 കുട്ടികളെന്ന കണക്കിൽ വലിയ തോതിലുള്ള പീഡനങ്ങൾക്ക് ഇരയായി മാറുന്നുണ്ട്. 1,70,000 കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ ദശാബ്ദത്തിൽ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കും അക്രമങ്ങൾക്കും ഇരകളാകേണ്ടി വന്നു. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ലൈംഗിക പീഡനം, നിർബന്ധിത മിലിറ്ററി സേവനം എന്നിങ്ങനെ വിവിധ തലങ്ങളിലൂടെയാണ് കുട്ടികളുടെ ജീവിതം ദുരിതമയമായത്. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ് ഇത് കൂടുതലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഒട്ടും ആശ്വാസ്യമല്ല സ്ഥിതിഗതികൾ. കുട്ടികൾക്കെതിരെ ലോകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സങ്കടകരമായ കാര്യമാണ് ഇവ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വീട് മുതൽ സമൂഹം വരെ കുട്ടികൾക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. യുദ്ധത്തിന്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നവർ കുട്ടികളാണ്. പല യുദ്ധമുഖങ്ങളിലും മനുഷ്യ കവചമായി കുട്ടികളെ ഉപയോഗിക്കുന്നു. കുട്ടികളെ ചാവേർ സ്ഫോടനങ്ങൾക്ക് പോലും ഭീകരർ ഉപയോഗിക്കുന്നു എന്നത് എത്രയോ ഹൃദയഭേദകമാണ്. സിറിയയിലും യമനിലും യുദ്ധത്തിൽ അനേകം കുട്ടികളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാലത്തിലെ ഏറ്റവും ദുരിതമയമായ പ്രതിസന്ധി എന്നാണ് യുനിസെഫ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യുദ്ധങ്ങൾ വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങൾക്കിടയിൽ 10,000-കണക്കിന് കുട്ടികൾ ഭവനരഹിതരായി. അവർക്ക് വീട് നഷ്ടമായി, ബന്ധുക്കൾ നഷ്ടമായി, വിദ്യാഭ്യാസം നഷ്ടമായി. ജീവിതവുമായുള്ള പോരാട്ടത്തിനൊടുവിൽ അവർക്ക് ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ധാർമ്മികത പോലും നഷ്ടമായെന്നുമിരിക്കാം. യുദ്ധങ്ങളുടെ പോർവിളികൾക്കിടയിൽ ബോംബുകൾ പൊട്ടിത്തെറിച്ചും ചാവേറുകളായും ഒടുങ്ങിത്തീരുകയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കുഞ്ഞുങ്ങൾ.
നൈജീരിയയിൽ 30 പേരുടെ മരണത്തിനിടയാക്കിയ ബോംബ് സ്ഫോടനത്തിൽ ചാവേറുകളായി മാറിയത് 3 കുട്ടികളായിരുന്നു. പകർച്ചവ്യാധികൾ മൂലവും യുദ്ധങ്ങളാലും മറ്റു പല കാരണങ്ങളാലും അനാഥരാക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെയും ഈ സമയം നമുക്ക് ഓർക്കാം. അവർ കടന്നു പോകുന്ന വേദനകളുടെയും നൊമ്പരങ്ങളുടെയും കണ്ണീർ നാം കാണാതെ പോകരുത്. കുട്ടികൾ ഒറ്റപ്പെടുകയും പരിത്യക്തരാകുകയും ചെയ്യുന്നതിന്റെ മറ്റൊരു ദയനീയ മുഖം നാം കണ്ടത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോയിൽ എബോള ബാധയെ തുടർന്ന് മാതാപിതാക്കൾ മരണമടഞ്ഞപ്പോൾ അനാഥരായ അവരുടെ മക്കളെ ഏറ്റെടുക്കാൻ ആരുമുണ്ടായിരുന്നില്ല. എബോള വൈറസ് കുട്ടികളിലും ബാധിച്ചിട്ടുണ്ടോ എന്ന ഭയമായിരുന്നു അതിന്റെ കാരണം. പകർച്ചവ്യാധികളുടെയും യുദ്ധങ്ങളുടെയും തിക്തഫലങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്നത് കുട്ടികളാണ് എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത സത്യം തന്നെയാണ്. പലപ്പോഴും സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ യമനിലെ ഒരു സ്കൂളിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ 14 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഇവിടെ തന്നെ 2 മില്യൺ കുട്ടികൾക്ക് ദാരിദ്ര്യം, അക്രമം എന്നീ കാരണങ്ങളാൽ സ്കൂളിൽ പോകാൻ പോലും കഴിയുന്നില്ല. യുക്രൈനിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് 36 ആക്രമണങ്ങളാണ് കഴിഞ്ഞ വർഷം മാത്രം നടന്നത്. കാമറൂണിൽ 8 ലക്ഷത്തോളം കുട്ടികൾ സ്കൂൾ പ്രായമെത്തിയിട്ടും സ്കൂളിന് വെളിയിലാണ്. കാരണം പ്രതികൂല സാഹചര്യങ്ങൾ തന്നെയാണ്. നാളത്തെ ഭാവിയെ കരുപിടിപ്പിക്കേണ്ട വാഗ്ദാനങ്ങളാണ് ഇങ്ങനെ പലവിധത്തിൽ തല്ലിയും കൊഴിഞ്ഞും പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളുടെയും അതിക്രമങ്ങളുടെയും കാര്യം പറയുമ്പോൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി ഇന്ത്യയിൽ നടന്ന കൂട്ട ശിശുമരണങ്ങളും ഓർമ്മയിലേക്ക് വരുന്നു. രാജസ്ഥാനും ഗുജറാത്തുമാണ് അമ്മമാരുടെ വിലാപങ്ങൾ കൊണ്ട് നിറഞ്ഞു തുളുമ്പിയത്. രാജസ്ഥാനിലെ കോട്ട സർക്കാർ ആശുപത്രിയിൽ 110 ശിശുക്കളും, ബിക്കാനീറിലെ സർക്കാർ ആശുപത്രിയിൽ 162 ശിശുക്കളും, അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 253 കുഞ്ഞുങ്ങളുമാണ് മരിച്ചത്. കഴിഞ്ഞ മാസം മാത്രം അഹമ്മദാബാദിൽ മരണമടഞ്ഞത് 85 ശിശുക്കളാണ്. ഇവിടെ ചികിത്സയ്ക്കെത്തിയത് 455 കുട്ടികളായിരുന്നു. അതിൽ മരണത്തിന് കീഴടങ്ങിയത് 85 കുഞ്ഞുങ്ങളും. ആരോഗ്യമേഖലയിലെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നാം വാദോരാതെ സംസാരിക്കുമ്പോഴും അത്തരം കാര്യങ്ങൾ പ്രായോഗികമായി നിറവേറപ്പെടുന്നില്ല എന്നു തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ചൈൽഡ് അബ്യൂസിന്റെ വിവിധ സാഹചര്യങ്ങളെയാണ് നാം ഇതുവരെ കണ്ടത്. ഇനി ഒരു ചോദ്യം: എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കുട്ടികളോടുള്ള അതിക്രമങ്ങൾക്ക് കാരണമായി മനഃശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്ന കാരണങ്ങളെ പ്രധാനമായും 2ആയി തിരിക്കാം. സാമൂഹികം, കുടുംബപരം എന്നിവയാണ് ഈ കാരണങ്ങൾ. സാമൂഹികമായ കാരണങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നവ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പോലെയുള്ളവയെയാണ്. കുടുംബപരമായ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. കുട്ടികളെ നേരാവണ്ണം പരിപാലിക്കാൻ അറിഞ്ഞുകൂടാത്ത ദമ്പതികളാണെങ്കിൽ കുട്ടിക്ക് സ്വന്തം വീടൊരു ഭീതിത അനുഭവമായിരിക്കും. മാതാപിതാക്കളിൽ ഒരാൾക്ക് ഒറ്റയ്ക്കാണ് കുട്ടിയെ നോക്കേണ്ടി വരുന്നതെങ്കിൽ മിക്കപ്പോഴും ആ കുട്ടി അവരിൽ നിന്ന് കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട്. അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ ചില സംഭവങ്ങൾ നമ്മുടെ കണ്ണുകളെ ഇപ്പോഴും ഈറനണിയിക്കുന്നുണ്ടാവാം. അമ്മയുടെ സുഹൃത്തിന്റെ പീഡനങ്ങൾക്ക് ഇരയായി അകാലത്തിൽ വേർപിരിഞ്ഞുപോയ കുഞ്ഞോമനകളെക്കുറിച്ചുള്ളവയാണ് ആ ഓർമ്മകൾ. കുട്ടികളെ ഇങ്ങനെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് വഴി ശരീരത്തിൽ പരിക്കുകൾക്ക് പുറമെ അവ മരണത്തിന് വരെ വഴിതെളിച്ചേക്കാം. അമിതമായി കരയുന്ന കുട്ടിയുടെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായ പൊത്തിപ്പിടിക്കുന്നവരും കുട്ടിയുടെ മുടി പിടിച്ചു പറിക്കുന്നവരും കുറവൊന്നുമല്ല. മുഖത്ത് മർദ്ദനമേൽക്കുമ്പോൾ കണ്ണിൽ ക്ഷതം സംഭവിക്കുക, വായ്ക്കുള്ളിൽ ചതവുകളും പരിക്കുകളും ഉണ്ടാകുക, ശക്തമായി ശരീരം പിടിച്ചു കുലുക്കിയാൽ ഷേക്കൻ ബേബി സിൻഡ്രോം ഉണ്ടാകുക, ഒടിവും ചതവും സംഭവിക്കുക, ശാരീരിക വൈകല്യങ്ങൾ തുടങ്ങിയവയെല്ലാം സംഭവിക്കുന്നുണ്ട്. കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാത്തരം അതിക്രമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ്. വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈന് ഇക്കാര്യത്തിൽ വൈദ്യസഹായവും നിയമസഹായവും നൽകാൻ കഴിയും. ബാല്യത്തിന്റെ മാധുര്യങ്ങളും നിഷ്കളങ്കതയും പറിച്ചെടുക്കാൻ വട്ടമിട്ട് പറക്കുന്ന പല കഴുകൻ കണ്ണുകളെയും നമുക്കിന്ന് ഈ സമൂഹത്തിൽ കാണാനാവും. കൂട്ടുകാർ മുഖേനയോ അടുത്തിടപഴകുന്നവർ മുഖേനയോ ലഹരിമരുന്നാണെന്ന് തിരിച്ചറിയാതെ ആദ്യമായി ലഹരിമരുന്ന് ഉപയോഗിച്ചവർ.
ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ ലഭിക്കുന്ന താൽക്കാലിക അനുഭൂതി അവരെ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതൊരവസരമായി കണ്ട് മുതലെടുപ്പ് നടത്തി അവരെ അതിന്റെ പ്രചാരകരാക്കുന്ന ലഹരിമരുന്ന് മാഫിയ സംഘങ്ങൾ. അതിലും ദയനീയമാണ് പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാകേണ്ടി വരുന്ന കുരുന്നു ബാല്യങ്ങളുടെ അവസ്ഥകൾ. പലപ്പോഴും അവർ തങ്ങളുടെ കുരുന്നുപ്രായത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാൽ തന്നെ ആയിരിക്കും. കുഞ്ഞുനാളുകളിൽ അവരിൽ ഏൽക്കുന്ന പീഡനങ്ങളുടെ ആ മുറിവുകൾ അവരെ ചിലപ്പോൾ പ്രതികാരദാഹികളോ മറ്റു ചിലപ്പോൾ അന്തർമുഖരോ ആക്കി മാറ്റുന്നു. തങ്ങൾ ദുരുപയോഗിക്കപ്പെട്ടതിന് പ്രതികാരമെന്നോണം കുഞ്ഞുങ്ങളെ ദുരുപയോഗിച്ചാണ് അവർ സംതൃപ്തി കണ്ടെത്തുന്നത്. രണ്ടാമത്തെ കൂട്ടരോ സമൂഹത്തിലുള്ളവരെ അഭിമുഖീകരിക്കാൻ ആത്മവിശ്വാസമില്ലാത്ത ഒരു തലമുറയായി വളർന്നുവരും. ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന വിവാഹമോചന കേസുകളിലേക്ക് കണ്ണോടിച്ചാൽ അതിൽ ചില കേസുകളിലെങ്കിലും കുഞ്ഞുനാളിൽ തന്നെ ദുരുപയോഗിക്കപ്പെട്ടതിന്റെ സ്വാധീനം കണ്ടെത്താൻ കഴിയും. സ്ഫടികപാത്രം കണക്കെ ഭദ്രമായി കൈകാര്യം ചെയ്യേണ്ടവയും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടവയുമാണ് ഓരോ കുഞ്ഞുങ്ങളും. എന്റെ കയ്യിലേക്ക് ദൈവം വെച്ചു തന്നിരിക്കുന്ന വലിയ നിധികളാണ് എന്റെ മക്കൾ എന്ന് ഓരോ അച്ഛനമ്മയും തിരിച്ചറിയണം. അവർ എന്നെ പോലെ വ്യക്തിത്വമുള്ളവരാണ്, ഓരോ വ്യക്തികളാണ്. ഭാവിയുടെ സമ്പാദ്യങ്ങളാണ് ഓരോ മക്കളും. അവർ ഞാൻ മൂലം നശിക്കാൻ ഇടയാകരുത്. ഇങ്ങനെയൊരു തീരുമാനം കുടുംബം എന്ന വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് നാം സ്വായത്തമാക്കണം. 3 Pകൾ കുട്ടികൾക്ക് അത്യാവശ്യമാണ് എന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അഭിപ്രായം. പ്രൊട്ടക്ഷൻ, പ്രൊവിഷൻ, പാർട്ടിസിപ്പേഷൻ എന്നിവയാണ് ഈ Pകൾ. എല്ലാത്തരം ദുരുപയോഗങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണമാണ് പ്രൊട്ടക്ഷൻ. വസ്ത്രം, ഭക്ഷണം, വിദ്യാഭ്യാസം, സ്നേഹം എന്നിവ ഉറപ്പുവരുത്തലാണ് പ്രൊവിഷൻ. തങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാനും അഭിപ്രായങ്ങൾ പറയുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് പാർട്ടിസിപ്പേഷൻ. ഇതിലൂടെ ഒരു കുട്ടി തന്റെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും അവൻ ആത്മവിശ്വാസമുള്ളവനായി തീരുകയും ചെയ്യും. എന്നാൽ എത്ര കുട്ടികൾക്ക് ഈ Pകൾ ലഭിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു ചോദ്യം. മാത്രവുമല്ല, ചൈൽഡ് അബ്യൂസിനെ വിശാലമായ അർത്ഥത്തിൽ സമീപിക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥരും നാട്ടിലും വീട്ടിലും പേരും പെരുമയുള്ളവരുമായ മാതാപിതാക്കൾ പോലും പ്രതികളായി പേര് ചേർക്കപ്പെട്ടെന്ന് വരാം. കുട്ടികൾക്ക് നേരെയുള്ള തീരെ ചെറിയൊരു ശിക്ഷ പോലും ചൈൽഡ് അബ്യൂസ് ആകുന്ന കാലമാണിത്. അപ്പന്റെയും അമ്മയുടെയും സ്നേഹം അനുഭവിച്ച് സുരക്ഷിതത്വ ബോധത്തോടെ വളർന്നു വരാൻ അവകാശമുള്ളവരാണ് ഓരോ കുട്ടികളും. അവരുടെ വേദനകളെ നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. ശിശുക്കളെ തടയരുത്, അവരെ എന്റെ അടുക്കിലേക്ക് അയക്കുവിൻ എന്നായിരുന്നുവല്ലോ ക്രിസ്തുവിന്റെ ആഹ്വാനം. ചൈൽഡ് അബ്യൂസിന് ഇരകളായ ഈ ലോകത്തിലെ എല്ലാ കുഞ്ഞുമക്കളെയും നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാം. അമ്മ അവരെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ ക്രൂരതകൾ അവരുടെ കുഞ്ഞു ശരീരത്തിലും മനസ്സിലും ഏൽപ്പിച്ച മുറിവുകൾ യേശുവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെടാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കണ്ണീർ നമ്മുടെ കണ്ണുനീരാകട്ടെ. മറ്റൊരു പ്രാർത്ഥനാ വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ പ്രാർത്ഥനയിൽ നമുക്ക് കരം കോർക്കാം.